ഇനി നമുക്ക് മറ്റൊരു ജിയോമെട്രി എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ കാണാം. എന്താണ്? ലെറ്റ് എ ബി സി ഡി ബി എ റെക്ടാംഗിൾ ആൻഡ് ലെറ്റ് എം കോമ എൻ ബി പോയിന്റ്സ് ലൈയിങ് സൈഡ്സ് എ ബി ആൻഡ് ബി സി റെസ്പെക്റ്റീവ്ലി. എം സി സി ഡി ആണ്, എം ഡി എം എൻ ആണ്, സി ഡി എം എൻ എന്ന് പറഞ്ഞൊരു സർക്കിളിൽ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സർക്കിളിൽ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ബി ബൈ ബി സി ഹോൾ സ്ക്വയർ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതാണ് ചോദ്യം. അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഈ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. റെക്റ്റാങ്കിൾ ഇതുപോലെ ഇരിക്കുകയാണ്. വെർട്ടിസസ് എ ബി സി ഡി ആണ്. അപ്പോൾ സൈഡ്സ് നമുക്ക് എയും ബിയും ഒന്ന് വിചാരിക്കാം. അപ്പോൾ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ബൈ ബി ഹോൾ സ്ക്വയർ ആണ്. എ ബൈ ബി ഹോൾ സ്ക്വയർ ആണ് ചോദ്യം. പിന്നെന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എം ഡി എന്നത് എം എൻ ആണ്. അപ്പോൾ നമ്മൾ ആ പോയിന്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇരിക്കുമല്ലേടാ. ഇങ്ങനെ വന്നു. ഇങ്ങനെയോ? ഏതൊക്കെയാണ്? ഇത് എം ആണ്, ഇത് എന്താണ് മക്കളെ? ഇത് എൻ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എം ഡിയും എം എനും ഈക്വൽ ആണ് എന്നാണ്. അപ്പോൾ അത് രണ്ടും സി വെച്ചാണെന്നിരിക്കട്ടെ. അത് അങ്ങനെ ഇരിക്കട്ടെ, ഇതിൻ്റെ ആവശ്യമില്ല. എം ഡി എം എൻ ഈക്വൽ ആണ്, അത് രണ്ടും സി വെച്ചാണെന്നിരിക്കട്ടെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് സി ഡി എം എൻ എന്നത് ഒരു സർക്കിളിൽ കിടക്കുകയാണ്. സി ഡി എം എൻ എന്ന് പറഞ്ഞ ഒരു സർക്കിളിൽ കിടക്കുകയാണ്. അപ്പോൾ നോക്കിയേ മക്കളെ, നോക്കിയേ, ഇവിടെ ആംഗിൾ സി എന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ സൈക്ലിക് കോർഡിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ദീ കിടക്കുന്ന എം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ആംഗിൾ സി 90 ഡിഗ്രി ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ഡിഗ്രി വരണം. അപ്പോൾ ഇത് 90 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡ് ജോയിൻ ചെയ്താൽ എത്രയാണ്? ഇത് റൈറ്റ് ആംഗിൾ ഐസോസിലസ് അല്ലേ, രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട്, റൈറ്റ് ആംഗിൾ ഐസോസിലസ് ആയതുകൊണ്ട് ഇത് രണ്ടും 45 ഡിഗ്രി വെച്ച് വരണം. ഇനി നമ്മളിത് ഇവിടെ ഒരു ലൈൻ ജോയിൻ ചെയ്യാം. അപ്പോൾ നോക്കിയ മക്കളെ, ഒരു ആർക്കിലുള്ള ആംഗിൾസ് സെയിം ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ നമുക്ക് 45 ഡിഗ്രി ആണെന്ന് കിട്ടി, ഐസോസിലസ് ആയതുകൊണ്ട്. അപ്പോൾ ഈ ആംഗിൾ 45 ഡിഗ്രി ആയതുകൊണ്ട്
അപ്പോൾ ആ സെയിം ആർക്കിലുള്ള ആംഗിൾസ് സെയിം ആയതിനാൽ കണ്ട സെയിം ആയതിനാൽ ഈ ആംഗിളും 45 ഡിഗ്രി വരണം, രണ്ടും 45 ഡിഗ്രി ആവണം. അപ്പോൾ ഈ കിടക്കുന്ന 45 ഡിഗ്രി ആണ്, അപ്പോൾ ഇതും 45 ഡിഗ്രി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ MBC എടുക്കുകയാണ്. MBC അപ്പോൾ ഈ ആംഗിൾ 45 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്, അപ്പോൾ ഇതും 45 ഡിഗ്രി വരണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് MC എന്നത് CD തന്നെയാണ്. അപ്പോൾ ഇത് A ആടാ. അപ്പോൾ റൈറ്റ് ആംഗിൾ ഐസോസിലസ് ആയതുകൊണ്ട് BC എന്നത് A/√2 വരണം. അപ്പോൾ ഈ ലെങ്ത് A/√2 ആണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, അത് AB/BC ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ AB എന്നത് Aയും BC എന്നത് A/√2 ആണ്. നമുക്ക് 2/1 എന്ന് കിട്ടി, അതാണ് M/n. അപ്പോൾ M+n എന്നത് 3 ആണ്. നമ്മുടെ ആൻസർ 3 ആണ്. ആൻസർ 3 ആണ്. അപ്പോൾ എന്താണ് ആംഗിൾ M എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. അപ്പോൾ റൈറ്റ് എന്താണ് സർക്കുലാർ സൈക്ലിക് കോർഡിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 90 ഡിഗ്രി 180 ഡിഗ്രി വരണം. അപ്പോൾ എന്താണ് രണ്ട് സൈഡ്സ് C ആയതുകൊണ്ട് അത് റൈറ്റ് ആംഗിളിൻ്റെ ഐസോസിലസ് ട്രയാങ്കിൾ ആയതിനാൽ ആംഗിൾ N എന്ന് വെച്ചാൽ 145 ഡിഗ്രിയാണ്. അപ്പോൾ സർക്കിളിൻ്റെ സെയിം ആർക്കിൽ ആംഗിൾ സെയിം ആയതുകൊണ്ട് ആംഗിൾ C എന്നത് 45 ഡിഗ്രിയാണ്. ആംഗിൾ സിയിൽ ബാക്കിയുള്ള ആംഗിളും ടോട്ടൽ 90 ആയതുകൊണ്ട് 45 ഡിഗ്രി വരണം. ആംഗിൾ B 90 ഡിഗ്രി ആയതുകൊണ്ട് വീണ്ടും നമുക്കൊരു റൈറ്റ് ആംഗിൾ ഐസോസിലസ് ട്രയാങ്കിൾ കിട്ടി. ക്വസ്റ്റ്യനിൽ MC എന്നത് CD തന്നെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് BCയുടെ വാല്യൂ A/√2 എന്ന് കിട്ടി. ആൻസറായി.